അപ്പോൾ നമ്മൾ ന്യൂസുകളിൽ കാണുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഈ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നല്ല രീതിയിൽ പോസിബിലിറ്റി ഉണ്ട്. ഇനി വെറുതെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇതിന് കുറച്ച് എവിഡൻസസ് വേണ്ടേ? സോ ഐ വിൽ ട്രൈ ടു സബ്സ്റ്റാൻഷിയേറ്റ് മൈ ക്ലെയിംസ്. അപ്പോൾ ഈ ഒരു ചർച്ച ചൂട് പിടിക്കുന്നത് എപ്പോഴാണ്? ഇറാൻ്റെ ഒരു വെളിപ്പെടുത്തലിലൂടെയാണ്. ഇറാൻ എന്താ പറഞ്ഞത്? ഇസ്രായേലിൻ്റെ ചില സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇസ്രായേലിൻ്റെ ന്യൂക്ലിയർ സൈറ്റ്സ് എവിടെയൊക്കെയാണ്, അവരുടെ മേജർ വാർ ഹെഡ്സ് എവിടെയൊക്കെയാണ്, ഇതെല്ലാം ഞങ്ങൾക്കറിയാം. നിമിഷ നേരങ്ങൾ കൊണ്ട് ഇസ്രായേലിൻ്റെ ന്യൂക്ലിയർ സൈറ്റ്സിനെ ഞങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെ ഒരു സൈഡിൽ ഇറാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇറാൻ ക്ലെയിം ചെയ്യുന്നത് എന്താണ്? ഇസ്രായേലി ഇൻ്റലിജൻസിനെ ഭേദിക്കാൻ ഇറാനിയൻ ഇൻ്റലിജൻസിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്. നമുക്കിതിൻ്റെ മെറിറ്റ്സിലേക്ക് പിന്നീട് പോകാം. ഓക്കെ, പിന്നെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള കോവേർട്ട് ബാറ്റിൽ. ഓവേർട്ട് ബാറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് മിലിറ്ററികളും തമ്മിൽ എൻഗേജ് ചെയ്യുമ്പോൾ. കോവേർട്ട് വാർഫെയർ എന്താ? രണ്ട് ഇൻ്റലിജൻസ് ഏജൻസികളും പരസ്പരം നടത്തുന്ന കോവേർട്ട് വാറിനെയാണ് നമ്മൾ കോവേർട്ട് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇൻ്റലിജൻസ് സാബോട്ടേജ്, ഇതിന് വളരെ വലിയൊരു ചരിത്രമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രോമിനൻ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഹമാസിൻ്റെ ലീഡറിനെ ഇറാനിൽ വെച്ച് തന്നെ ഇസ്രായേൽ വധിച്ചത്. അപ്പം ഇതിനു മുമ്പ് ഇറാനിയൻ ഏജൻസീസും ഇസ്രായേലിനെതിരെ പല സക്സസ്ഫുൾ ആയിട്ടുള്ള സ്നൂപ്പിംഗ് അറ്റംപ്റ്റ്സ് നടത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ഇൻ്റലിജൻസിനെ കുറച്ചൊക്കെ ബീറ്റ് ചെയ്യാൻ ചിലയിടത്ത് ഇറാന് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഡേറ്റയും കൂടെ ഷെയർ ചെയ്യാം. ഇപ്പം ലേറ്റസ്റ്റ് ലീക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇറാൻ ഇസ്രായേലിൻ്റെ ന്യൂക്ലിയർ സൈറ്റ്സ് കണ്ടെത്തിയെന്ന് പറയുന്ന ലീക്കിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ റോയി മിർസാഹി എന്നും അൽമൈഡ് അത്യാസ് എന്ന് പറയുന്ന വ്യക്തികളാണ്. ഇവരെ ഇസ്രായേൽ ഏജൻസികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവർ ഓപ്പറേറ്റ് ചെയ്ത രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇൻഫർമേഷൻ ഇറാനിയൻ ഏജൻസീസിന് കൊടുത്തിരുന്നത് ടെലിഗ്രാമിലൂടെയാണെന്നാണ് പറയപ്പെടുന്നത്. ഇവർ പൈസ റിസീവ് ചെയ്തുകൊണ്ടിരുന്നത് ക്രിപ്റ്റോ കറൻസിയിലൂടെയാണ്. അപ്പോൾ ഇതൊരു വലിയ ലീക്കായിട്ടാണ് ഇറാൻ പറയുന്നത്. ഇതിൻ്റെ മെറിറ്റ്സിലേക്ക് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ഇനി ഇതിനു മുമ്പ് ഇതുപോലുള്ള ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറയും. 2025 മാർച്ചിൽ ഇസ്രായേലിൻ്റെ ന്യൂക്ലിയർ സോഴ്സിനെ പറ്റിയുള്ള സ്നൂപ്പിംഗ് ഓപ്പറേഷൻ നടത്താൻ ശ്രമിക്കുന്നവരെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, അതുപോലെ 2025 ജാനുവരിയിൽ തന്നെ അയൺ ഡോം സിസ്റ്റത്തിൻ്റെ വർക്കിംഗ്, അതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ഡേറ്റ ഇറാനിലേക്ക് കടത്താൻ ശ്രമം നടന്നിട്ടുണ്ട്. അതിൽ പെട്ടത് ഇസ്രായേലി മിലിറ്ററി തന്നെ ഉള്ളവരാണെന്നാണ് റിപ്പോർട്ട്സ്. അപ്പോൾ ഇറാനിയൻ ഇൻ്റലിജൻസും ട്രാക്ഷൻ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതിന് സംശയമില്ല. ഓക്കെ, പിന്നെ 2024 ഒക്ടോബറിൽ നിങ്ങൾക്കറിയാം ഇറാൻ വലിയൊരു മിസൈൽ ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തിയിരുന്നു. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 1. ഏപ്രിൽ അവർ ട്രൂ പ്രോമിസ് 2, ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2. ഇതിനു മുമ്പ് അവർ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 1 നടത്തിയിരുന്നു. അപ്പോൾ ഈ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 നടന്നത് ഏകദേശം ഒക്ടോബർ 2024. ഇതിന് കുറച്ച് നാൾ മുമ്പ് ഈ പറയുന്ന സ്ട്രൈക്ക് നടന്ന സ്ഥലങ്ങളുടെ ഇൻഫർമേഷൻ ഇറാൻ ചോർത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻ്റലിജൻസ് വാർഫെയർ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നു എന്നുള്ളതൊരു വലിയ സത്യമാണ്. ഓക്കെ, അപ്പം നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ്? കറൻ്റ്ലി ഇസ്രായേൽ ഇറാനെ അടിക്കുമോ? ഓബ്വിയസ്ലി ഇസ്രായേലിൻ്റെ സെൻസിറ്റീവ് ഇൻഫർമേഷനൊക്കെ ഇറാൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതൊരിക്കലും ഇസ്രായേലിന് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ കുറച്ച് നാളത്തെ ചില സംഭവങ്ങൾ വിലയിരുത്തിയാലും നമുക്ക് മനസ്സിലാവും ഇസ്രായേൽ ഇസ് ഗോയിങ് ടു അറ്റാക്ക് ഇറാൻ. ഓക്കെ, കറണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൊണാൾഡ് ട്രംപും ഇസ്രായേലും ചേർന്ന് ഒരു അലയൻസ് ഉണ്ട്. അത് ലോകം മൊത്തം അറിയാം. ഇസ്രായേൽ ഈസ് ഈക്വൽ ടു അമേരിക്ക. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഈസ് ഓൾസോ ടോക്കിംഗ് വിത്ത് ഇറാൻ. ഇറാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചർച്ച നടത്തുകയാണ്. ട്രംപിൻ്റെ ആഗ്രഹം എന്താണ്? ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം എങ്ങനെയെങ്കിലും അതിനെ തടയണം. ഇറാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ യുറേനിയത്തെ എൻറിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാ യുറേനിയം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാൻ അതുകൊണ്ട് പറ്റില്ല. ഇപ്പോൾ യുറേനിയത്തെ നമ്മൾ എൻറിച്ച് ചെയ്യണം. അതിനെ ഓരോ ലെവലിലേക്ക് എൻറിച്ച് ചെയ്ത് ഏകദേശം 90% എൻറിച്ച്ഡ് ആക്കുമ്പോഴാണ് അത് വെപ്പൺസ് ഗ്രേഡ് ആവുന്നത്. അപ്പോൾ ഇപ്പം ഇറാൻ്റെ കയ്യിൽ ഉള്ള യുറേനിയം ഏകദേശം 408 കിലോയോളം ഉണ്ട്. ദാറ്റ് ഇസ് യുറേനിയം, എൻറിച്ച്ഡ് യുറേനിയം
408 കിലോളം ഉണ്ട്. 90% എൻറിച്ച്ഡ് ആണ്, അല്ലെങ്കിൽ 60% എൻറിച്ച്ഡ് ആണ്. 90% അല്ല, ഏകദേശം 60% എൻറിച്ച്ഡ് ആയ 408 കിലോ യുറേനിയം ഇറാൻ്റെ കയ്യിലുണ്ടെന്നാണ് ഇന്റർനാഷണൽ അറ്റോമിക് ഏജൻസി പറയുന്നത്. അപ്പോൾ ഇതും ഇസ്രായേലിനെയും ചൊടിപ്പിക്കുന്നുണ്ട്, ഇത് USA ചൊടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ ഹാസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസ്ഡ് ഇറ്റ്സ് എൻറിച്ച്മെൻറ്റ് ഓഫ് യുറേനിയം. ഇതൊരു വലിയ പ്രശ്നമാണ്. എപ്പോൾ വേണമെങ്കിലും ഇറാന് കുറച്ച് സമയം എടുത്താൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാകാം. പിന്നെ ഇറാൻ പറയുന്നത് അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ വളരെ സേഫായിട്ട് അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു സൈഡ് നടക്കുന്നു. ട്രംപും ഇറാനുമായിട്ട് സംസാരം നടക്കുകയാണ്. ട്രംപ് പറയുന്നത് എന്താണ്? ആദ്യകാലത്ത് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇറാൻ മൊത്തത്തിൽ ഇവരുടെ എൻറിച്ച്മെൻറ്റ് നിർത്തണം, ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് ഇനി നടത്തരുത്. ഇറാൻ്റെ ലീഡറായ അയത്തുള്ള ഖമേനി എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ എൻറിച്ച്മെൻറ്റ് നിർത്താൻ കഴിയില്ല, അത് ഞങ്ങളുടെ ഓട്ടോണമിയാണ്, ഞങ്ങളുടെ ന്യൂക്ലിയർ പ്രോഗ്രാം ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും, ഞങ്ങൾ സിവിലിയൻ യൂസിനായിരിക്കും, എന്തിനായിരിക്കും, പക്ഷേ വി വിൽ കണ്ടിന്യൂ ടു എൻറിച്ച് യുറേനിയം. അങ്ങനെയാണ് ഖൊമേനി പറയുന്നത്. ഇതിനു മുമ്പ് അമേരിക്കയും അല്ലെങ്കിൽ USA ഇറാനുമായിട്ട് ടോക്സ് നടന്നിട്ടുണ്ട്. JCPOA എന്ന് പറഞ്ഞൊരു എഗ്രിമെൻറ്റ് 2015 സൈൻ ചെയ്തു. ഇതെന്തിനാണ് സൈൻ ചെയ്തത്? ഇറാൻ എൻറിച്ച്മെൻ്റ് എല്ലാം കുറയ്ക്കും, പിന്നീട് അത് പൂർണ്ണമായിട്ട് നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഇറാൻ്റെ മുകളിലുള്ള സാങ്ഷൻസ് എല്ലാം അമേരിക്കയും വെസ്റ്റേൺ കൺട്രീസും പിൻവലിക്കും. ഇതായിരുന്നു JCPOA. ഇത് നടപ്പിലായി. ഇറാൻ എൻറിച്ച്മെൻറ്റും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നിർത്തും. US-ഉം അതിൻ്റെ ഘടകകക്ഷികളും ഇറാൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള സാങ്ഷൻസ് പിൻവലിക്കും. ഓക്കെ, ഇത് ശരിക്കും P5+1 ആണ് ഈ എഗ്രിമെൻറ്റിൽ ഉണ്ടായിരുന്നത്. അതായത് നിങ്ങൾ നോക്കിയാൽ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനൻ്റ് ആയ 5 മെമ്പേഴ്സ് USA, UK, ഫ്രാൻസ്, റഷ്യ, ചൈന, പിന്നെ ജർമ്മനി, ഇവരെല്ലാമും ഓപ്പോസിറ്റ് സൈഡിൽ ഇറാനും ചേർന്നാണ് ഈ എഗ്രിമെൻറ്റ് മുമ്പോട്ട് വെച്ചത്. അപ്പോൾ ഈ എഗ്രിമെൻറ്റ് ഫുൾഫില്ലായി. പക്ഷേ 2018 ഡൊണാൾഡ് ട്രംപ് ഇതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താ അദ്ദേഹം പറഞ്ഞത്? ഇറാൻ ഈ പറയുന്ന എഗ്രിമെൻ്റ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല, ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, ആൻറ്റി അമേരിക്കൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അവർ IAEA അറിയാതെ, അറ്റോമിക് ഏജൻസി അറിയാതെ തന്നെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് നടത്തുന്നു. ഇതൊക്കെ പറഞ്ഞ് ട്രംപ് JCPOA-യിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പം ഇറാൻ്റെ മുകളിലുള്ള സാങ്ഷൻസ് പിന്നെയും കൂടി. ഈ സാങ്ഷൻസ് കൂടുമ്പോൾ ഓബ്വിയസ്ലി ഇറാൻ കൂടുതൽ ചൈനയുമായിട്ട് അടുക്കും, റഷ്യയുമായിട്ട് എടുക്കും. ഇറാനെ ഒത്തിരി അധികം ചൈന സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറാൻ ഈസ് കൺസിഡേർഡ് ടു ബി ആൻ ഒപ്പോണൻറ്റ് ഓഫ് USA ആൻഡ് ഇസ്രായേൽ. ഇസ്രായേലിന് ഇറാനിന് ഒട്ടും താല്പര്യമില്ല. പക്ഷേ ഇവരുടെ ചരിത്രം നോക്കിയാൽ എല്ലാ കാലത്തും ഇവർ ശത്രുക്കളൊന്നും അല്ലായിരുന്നു. നമ്മൾ ഇസ്രായേലിൻ്റെ ഫോർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഇസ്രായേലിൻ്റെ ഫോർമേഷൻ കഴിഞ്ഞ് ഇസ്രായേലിനെ അംഗീകരിക്കുന്ന രണ്ടാമത്തെ മുസ്ലിം രാജ്യം, മേജർ മുസ്ലിം രാജ്യം എനിക്ക് തോന്നുന്നു ഇറാനാണെന്നാണ്. അതിനു മുമ്പ് ടർക്കി അംഗീകരിച്ചിരുന്നു. കാരണം അന്ന് അവിടെ ഷായുടെ ഭരണമാണ്. ഷാ USA ആയിട്ട് ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് 1967 ഇസ്രായേലിനെതിരെ ഒരു യുദ്ധം നടന്നു, 6 Day വാർ. ഈ യുദ്ധം കഴിഞ്ഞും ഇറാൻ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഇസ്രായേലിന് ഓയിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന രാജ്യമാണ് ഇറാൻ. അതുപോലെ തന്നെ പ്രോജക്റ്റ് ഫ്ലവർ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. ഇസ്രായേലും ഇറാനോട് ചേർന്ന് മിലിറ്ററി എക്യുപ്മെൻറ്റ്സ്, മിസൈൽ പ്രോഗ്രാം ഒക്കെ നടത്തിയിരുന്നു ഇറാന് വേണ്ടി. ഇസ്രായേലും ഇറാനും ഒരുമിച്ച് മിസൈൽ പോലുള്ള സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അതുപോലെ തന്നെ ഇവർ തമ്മിലൊരു പൈപ്പ് ലൈൻ പ്രോജക്റ്റും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അഷ്ക്ലൈൻ എലിയറ്റ് പൈപ്പ് ലൈൻ, അഷ്ക്ലൈൻ ഇലിയറ്റ് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞൊരു പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു. 79 വരെ ഈ ബന്ധം നല്ലതായിരുന്നു. ഇത് ബെൻ ഗുറിയൻ്റെ ഒരു പോളിസി ആയിരുന്നു. അതായത് ഈ അറബ് രാജ്യങ്ങൾ ഡോമിനേറ്റ് ചെയ്യുന്ന ഏരിയയിൽ അറബ് അല്ലാത്ത 2 മേജർ രാജ്യങ്ങളാണ് ഇറാൻ പേർഷ്യൻ, അവരുടെ ഒറിജിൻ ഒരു പേർഷ്യൻ ഒറിജിനാണ്, ഇസ്രായേലിൻ്റെ ഒറിജിൻ വേറെയാണ്. അപ്പോൾ ഇവരെ ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ അറബ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇറാനും ഇസ്രായേലും ഒരു സമയത്ത് ഇങ്ങനെ അടുപ്പം കാണിച്ചിരുന്നു. പക്ഷേ എല്ലാ കാലത്തും അവിടുത്തെ റിലീജിയസ് ലീഡേഴ്സ് ഇതിനെ ഒപ്പോസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഏത് ഖൊമേനിമാരെ നിങ്ങൾ എടുത്തു നോക്കിയാലും, ആയത്തുള്ളമാരെ എടുത്തു നോക്കിയാലും അവർ ഇസ്രായേലിനെ എതിർത്തിരുന്നു. 79 കഴിഞ്ഞ് ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും ബന്ധം വളരെയധികം വഷളായി. അന്ന് കാലത്ത് ഇസ്രായേലിൻ്റെ എംബസികളൊക്കെ PLOയ്ക്ക് കൈമാറുകയുണ്ടായി ഇറാൻ. അതുപോലെ തന്നെ ഇറാനെ ലിറ്റിൽ സാത്താൻ എന്നാണ് ആദ്യത്തെ ഖൊമേനി, ആയത്തുള്ള ഖൊമേനി വിളിച്ചത്. ഇപ്പം നമ്മൾ കാണുന്ന ആയത്തുള്ള ഖമേനി എന്താണ് ഇറാനെ വിളിക്കുന്നത്? ക്യാൻസർ എന്ന് ഇസ്രായേലിനെ വിളിക്കുന്നത്, ആയത്തുള്ള ഇസ്രായേലിനെ വിളിക്കുന്നത് ക്യാൻസർ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ ടങ് സ്ലിപ്പ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച് കളയുക. ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യത്തെ ആയത്തുള്ള ഇസ്രായേലിനെ വിളിച്ചിരുന്നത് ലിറ്റിൽ സാത്താൻ എന്നാണ്. ഇപ്പോഴത്തെ ആയത്തുള്ള ഖമീനി ഇസ്രായേലിനെ വിളിക്കുന്നത് എന്താണ്? ഒരു ക്യാൻസർ എന്നാണ് വിളിക്കുന്നത്. പിന്നെ JCPOA ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, USA-യും 5 P5 മെമ്പേഴ്സും ഇറാനോട് ചേർന്ന എഗ്രിമെൻറ്റ്, ആ എഗ്രിമെൻറ്റ് നടക്കുന്ന സമയത്തും അതിൻ്റെ
ക്ലോസ് ആയിട്ടുള്ള സമയത്തും ആയത്തുള്ള ഖമൈനി പറയുന്ന ഇസ്രായേലിനെ വിളിച്ചിരുന്നത് 25 വർഷത്തിനുള്ളിൽ ഇസ്രായേൽ ഉണ്ടാവില്ല എന്ന് തന്നെ ഇദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഇസ്രായേലിന് ഒരിക്കലും ഇറാനുമായിട്ട് വലിയ അടുപ്പമില്ല. അത് ഇവരെപ്പോഴും ഓപ്പോസിറ്റ് ചേരികളിലാണ്. ഓക്കെ, അതായത് നിങ്ങൾ സിറിയയിൽ നോക്കിക്കഴിഞ്ഞാൽ റിബൽ ഫോഴ്സസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു USA-യും ഇസ്രായേലും. അതായത് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ബഷർ അൽ അസാദിനെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു റഷ്യയും ഇറാനും. യമന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലോ സൗദി അറേബ്യയും USA-യും ഇസ്രായേലും ഒക്കെ യമനിലെ ഗവൺമെൻറ്റിനെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഹൂതികളെയാണ്. അപ്പം ഇങ്ങനെ ഇവരെപ്പോഴും ഓപ്പോസിറ്റ് ചേരിയിലാണ്. റിലീജിയസ് ആയിട്ടും ഇവർ തമ്മിൽ പ്രശ്നമുണ്ട്. ഓക്കെ, ഇറാൻ ഇതിനെ റിലീജിയസ് ഇഷ്യൂ ആയിട്ടും കാണിക്കാറുണ്ട്. അപ്പം ഇങ്ങനൊരു ആസ്പെക്റ്റിൽ ദേ ആർ ഹാവിങ് എ ബാഡ് ഫീലിംഗ് വിത്ത് ഈച്ച് അതർ. നമുക്കറിയാം ഇറാൻ ഹെസ്ബുള്ളയെ ഫണ്ട് ചെയ്യുന്നുണ്ട്, ഹമാസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെസ്ബുള്ള ഒരു ഷിയ ഓർഗനൈസേഷനാണ്, ഇറാനും ഒരു ഷിയ രാജ്യമാണ്. സോ അവർ തമ്മിൽ ആക്സ് ഉണ്ടാവും. ഹമാസ് ഒരു സുന്നി ഓർഗനൈസേഷൻ ആണെങ്കിൽ പോലും ഇറാൻ ഈസ് സപ്പോർട്ടിങ് ദം. കാരണം മുസ്ലിം വേൾഡിൽ ലീഡർഷിപ്പിലേക്ക് ഇറാൻ എത്താൻ ആഗ്രഹമുണ്ട്. സൗദി അറേബ്യ ഇസ് എ സുന്നി നേഷൻ. അതുപോലുള്ള ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം സുന്നി രാജ്യങ്ങളാണ്. അപ്പം മുസ്ലിം ലോകത്തിൻ്റെ സേവിയർ ഞാനാണെന്ന് കാണിക്കാനുള്ള ശ്രമം ഇറാൻ ചെയ്യുന്നുണ്ട്. കാരണം ഗസയിൽ ഇഷ്യൂ ഉണ്ടായപ്പോഴും എല്ലാവരും കാണുന്നത് എന്താ, ഇറാൻ മാത്രമേ സഹായിക്കുന്നുള്ളൂ, ബാക്കി രാജ്യങ്ങൾ സഹായിക്കുന്നില്ല. ഇങ്ങനൊരു പ്രതീതി പരത്താനും ഇറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവർ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇറാൻ പറയുകയും ചെയ്യുന്നത് എന്താണ്, ഞങ്ങളുടെ കയ്യിൽ ഇസ്രായേലിൻ്റെ ന്യൂക്ലിയർ ഇൻഫർമേഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ ഇസ്രായേൽ വിൽ ബി മോർ ഇൻട്രസ്റ്റഡ് ഇൻ ഹിറ്റിംഗ് ഇറാൻ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നു. പിന്നെ നമ്മൾ കറണ്ട് കുറച്ച് എവിഡൻസസ് നോക്കിക്കഴിഞ്ഞാൽ US ചെയ്യുന്നത് എന്താണ്, ബഗ്ദാദിലുള്ള ഇറാഖിലുള്ള അതിൻ്റെ എംബസിയിലുള്ള ആൾക്കാരോടൊക്കെ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാനാണ് പറയുന്നത്. എമർജൻസി സ്റ്റാഫുകൾ ഒഴിച്ച് ബാക്കിയുള്ളവരോടെല്ലാം പിൻവാങ്ങാൻ US-ൻ്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് വരുന്നു. നമുക്കിത് ന്യൂസിൽ കാണാം. അപ്പോൾ അവരവിടെ ഒരു പ്രശ്നം കാണുന്നു. ഡൊണാൾഡ് ട്രംപും പറയുകയുണ്ടായി, ഇറ്റ് ഈസ് നോട്ട് എ സേഫ് പ്ലേസ് എനിമോർ. അത്ര സേഫ് ആയിട്ടുള്ളൊരു ഏരിയ അല്ല ഇനി അത്, നിങ്ങളെല്ലാം പിൻവാങ്ങിക്കൊള്ളാൻ ട്രംപ് പറഞ്ഞതായിട്ടും നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹിൻ്റ് എന്താ, ദർ ഈസ് സംതിങ് വിച്ച് ഇസ് ഗോയിങ് ടു ഹാപ്പൻ അറൗണ്ട് ഇറാൻ ആൻഡ് മിഡിൽ ഈസ്റ്റ്. അപ്പോൾ ഇതൊന്നാമത്തെ ഹിൻ്റ്. US എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ സ്റ്റാഫുകളോടൊക്കെ എംബസിയിൽ നിന്ന് മാറാൻ പറഞ്ഞിട്ടുണ്ട്. ചില US ബേസുകളുള്ള സൈനികരോടെയും പിന്മാറാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ന്യൂസുകൾ വരുന്നു, ഞാനത് കൺഫേം ചെയ്തിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ഇസ്രായേലിൻ്റെ ഒരു ശ്രമം, ഇറാനെ അടിക്കാനുള്ള ശ്രമം ഇപ്പോഴല്ല, ഇതിനു മുമ്പും അവരിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇറാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത് എന്താണ്, എങ്ങാനും നിങ്ങൾ ഇറാനെ തൊട്ടാൽ ഉടനെ തന്നെ ഇസ്രായേലിനെ ഞങ്ങൾ തിരിച്ചടിക്കും, അതുപോലെ തന്നെ അടുത്തുള്ള അമേരിക്കൻ ബേസിനെ അടിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത് എന്താ, ഒരു ടോക്കിലൂടെ ഇറാനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക. എൻറിച്ച്മെൻ്റ് എന്നുള്ള സാധനം ചെയ്യാൻ പാടില്ലെന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ ഇപ്പോൾ അവരവരുടെ ടോൺ ഡൗൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ചെറിയ രീതിയിൽ എൻറിച്ച്മെൻറ്റ് ചെയ്തോ, പക്ഷേ അത് ചെറിയ രീതിയിലായിരിക്കണം. അത് നിങ്ങളുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിൽ വേറെ പല പാർട്ടികളും പാർട്ടാവും. US അതിനകത്ത് ചിലപ്പോൾ പാർട്ടാവാം, പിന്നെ സൗദി പാർട്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളും US-ൻ്റെ പ്രപ്പോസൽ ഉണ്ടെന്നുള്ള ലീക്കുകൾ വരുന്നുണ്ട്. അത് സത്യമാണോ ഇല്ലയോ എന്ന് വെരിഫൈ ചെയ്തിട്ടില്ല. അതേസമയം നെതന്യാഹുവിൻ്റെ ആഗ്രഹം മേ ബി ഹി വാണ്ട്സ് ടു അറ്റാക്ക് ഇറാൻ. ഓക്കെ, കാരണം ഇതിനു മുമ്പും USA-യും ഇസ്രായേലും ചേർന്ന് ഇറാൻ്റെ എതിരെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. സ്നക്നെറ്റ് എന്ന് പറഞ്ഞൊരു വൈറസ് ഉണ്ട്, സ്നക്നസ് എന്ന് പറഞ്ഞ വേം. ഓക്കെ, അപ്പോൾ സ്നക്നെറ്റ് വേം ഉപയോഗിച്ചിട്ട് ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിന് ഒരു തവണ അവർ ഓൾറെഡി സാബോട്ടേജ് ചെയ്തിട്ടുണ്ട്, ഇസ്രായേലും US-ഉം ചേർന്ന്. പക്ഷേ ഇപ്പം ട്രംപ് ശ്രമിക്കുന്നത് എന്താ, ഒരു യുദ്ധമില്ലാതെ തന്നെ ഇറാനെയും കൊണ്ട് എൻറിച്ച്മെൻറ്റ് മാക്സിമം കുറപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നെതന്യാഹു ഐ തിങ്ക് ഹി വാണ്ട്സ് ടു ഹിറ്റ് ഇറാൻ. ഓക്കെ, അപ്പോൾ ഇതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ 7 മാസം മുമ്പ് നമുക്കൊരു ലീക്ക് വരികയാണ്. ഈ ലീക്ക് വരുന്നത് ഒരു ഇറാനിയൻ ഔട്ട്ലെറ്റിൽ നിന്നാണ്. പക്ഷേ ഇത് ഏത് ലീക്കാണെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. നാഷണൽ ജിയോസ്പേഷ്യൽ ഏജൻസി ഉണ്ട്, നാഷണൽ ജിയോസ്പേഷ്യൽ സെക്യൂരിറ്റി ഏജൻസിയാണ് USA-യുടെ. ഈ ഇസ്രായേലിനെ USA പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് നിങ്ങൾക്കറിയാം. പക്ഷേ ഇസ്രായേലിനെയും മൊസാദിനെയും USA-ക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം മൊസാദിനെ പലപ്പോഴും CIA-ക്കും വിശ്വാസമില്ല, USA-ക്കും വിശ്വാസമില്ല. ഇത് ഡിഫൻസ് സർക്കിളുകളിൽ ആൾക്കാർ പറയുന്ന കാര്യം. ഓക്കെ, അപ്പം ഇസ്രായേലിൻ്റെ ആക്ടിവിറ്റീസിനെ സ്നൂപ്പ് ചെയ്യാൻ വേണ്ടി USA സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരതിൻ്റെ ഡേറ്റ കളക്ട് ചെയ്തു. ഈ ഡേറ്റ ആർക്ക് വേണ്ടിയായിരുന്നു,
5i അലയൻസ് എന്ന് പറഞ്ഞ അലയൻസിലുള്ള 5 രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. 5i അലയൻസിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? USA, UK, അതുപോലെ തന്നെ നമ്മുടെ കാനഡ. USA, UK, കാനഡ, ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ. ഞാൻ ഒന്നുകൂടെ പറയാം, USA, UK, കാനഡ, ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ്. ഈ 5 രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു ഇൻ്റലിജൻസ് കോർപ്പറേഷനെയാണ് നമ്മൾ 5i അലയൻസ് എന്ന് പറയുന്നത്. ഈ 5i അലയൻസിന് മാത്രം കാണാൻ വേണ്ടിയാണ് ഇസ്രായേലിൻ്റെ ഡേറ്റ ആര് ചോർത്തിയത്? USA ചോർത്തിയത്. പക്ഷേ ഇത് എങ്ങനെയോ എന്ത് ചെയ്തു? ലീക്ക് ആവുകയാണ്. ഈ ഡേറ്റയ്ക്കകത്തും പറയുന്നത് എന്താ? ഇസ്രായേൽ ഇറാനെ അടിക്കാൻ പോവുകയാണ്. 7 മാസം മുമ്പ് വന്ന ഡേറ്റയാണ്. ഇസ്രായേൽ ഇറാനെ എയർ മാർഗമാണ് അടിക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. F-16ഉം F-35ഉം ഒക്കെ ഉപയോഗിച്ചാണ് അടിക്കാൻ പോകുന്നത്. ഏകദേശം 56 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേൽ ഇറാൻ്റെ മുകളിൽ പതിപ്പിക്കാൻ പോവുകയായിരുന്നു. അതിനകത്ത് എനിക്ക് തോന്നുന്നു അവരുടെ ഗോൾഡൻ ഹൊറൈസൺ എന്ന് പറഞ്ഞ മിസൈലും പിന്നെ ALBM മിസൈലുകളൊക്കെയാണ്. ഓക്കെ, അവരടിക്കാൻ ഉദ്ദേശിച്ചത് എയർ ടു സർഫേസ് അറ്റാക്കുകളാണ്. അതായത് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ പറക്കുന്നു, ഇറാനിലേക്ക് മുകളിൽ നിന്ന് മിസൈൽ തൊടുക്കും. അതേസമയം ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ച മിസൈലുകളെല്ലാം സർഫേസ് ടു സർഫേസ് ആണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം അത്രയും സ്ട്രോങ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ എയർഫോഴ്സും അത്രയും സ്ട്രോങ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബാക്കി കപ്പാസിറ്റി ഉണ്ടാവാം. ഇത് എൻ്റെ അനാലിസിസ് ആണ്. അപ്പം 7 മാസം മുമ്പ് തന്നെ ഈ ഒരു അറ്റാക്ക് ഇസ്രായേൽ പ്ലാൻ ചെയ്തിരുന്നു. അത് ലീക്ക് ചെയ്തു. ഇനി ഇത് ലീക്ക് ചെയ്തത് ചിലർ പറയുന്നത് ബിസിനസ് ആനലിസ്റ്റ് ആയിരിക്കും. കാരണം സ്റ്റോക്സ് ഉടനെ ക്രാഷ് ആവും. അത് തടയാൻ വേണ്ടി ഈ പറയുന്ന ബിസിനസ്സുകാർ ഇത് ലീക്ക് ചെയ്തു എന്നുള്ളൊരു ഇൻപുട്ട് വരുന്നുണ്ട്. പിന്നെ ചിലർ പറയുന്നത് USA തന്നെ ഇത് ലീക്ക് ചെയ്തതാണെന്ന് വരെ പറയുന്നുണ്ട്. അതിനകത്ത് വലിയ ലോജിക്ക് ഇല്ല. പക്ഷെ കാരണം എന്താണെന്ന് വെച്ചാൽ ട്രംപിന് ആദ്യം ഇറാനുമായിട്ട് സംസാരിക്കണം. സംസാരിച്ചിട്ട് ഇത് സോൾവ് ആയില്ലെങ്കിൽ പിന്നെ ദേ വിൽ തിങ്ക് ഓഫ് ആൻ അറ്റാക്ക്. ഓക്കെ, അപ്പോൾ ഈ സംസാരം മസ്കറ്റിൽ ഇനി ഒരു 15-ാം തീയതി എനിക്ക് തോന്നുന്നൊരു മീറ്റിംഗ് ഉണ്ട് ബിറ്റ്വീൻ ഇറാൻ ആൻഡ് USA. അത് സക്സസ്ഫുൾ അല്ലെങ്കിൽ ദർ ഇസ് എ ഹൈ ചാൻസ് ദാറ്റ് ഇസ്രായേൽ ഈസ് ഗോയിങ് ടു അറ്റാക്ക് ഇറാൻ. ഇതിനകത്ത് നിങ്ങൾ ചിന്തിക്കാത്ത വേറെ ഒരു ആംഗിളൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇറാൻ വിശ്വസിക്കുന്നത് എന്താ? ഇറാൻ്റെ കയ്യിൽ ഇസ്രായേലിൻ്റെ ന്യൂക്ലിയർ ഡേറ്റ സൈറ്റുകളും എല്ലാം ഉണ്ടെന്നാണ്. ചിലപ്പോൾ ഇത് ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയൊരു ബ്ലഫാവാം. കാരണം ഇപ്പോൾ ഇസ്രായേലിനൊരു അവസരം കിട്ടിയൊക്കെയാണ്. ഇസ്രായേൽ എന്ത് പറയും? ഞങ്ങളുടെ ന്യൂക്ലിയർ അസറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇറാൻ്റെ കയ്യിലുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇറാനെ വെറുതെ വിടാൻ പറ്റില്ല. ഞങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഞങ്ങൾ ആരെ അടിക്കും? ഇറാനെ അടിക്കും. ഈ സെയിം കാര്യം പണ്ട് USA ഇറാഖിനോട് ചെയ്തിട്ടുണ്ട്. അവരെന്താ പറഞ്ഞത്? ഇറാഖിൻ്റെ കയ്യിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട്, അവരുടെ കയ്യിൽ ഒരു ന്യൂക്ലിയർ വെപ്പണൊക്കെ ഉണ്ട്, അതുകൊണ്ട് ലോകം സേഫ് അല്ല, അതുകൊണ്ട് ഞങ്ങൾ അവരെ അടിക്കാൻ പോവാണ്. എന്നിട്ട് USAയും അലൈസും എല്ലാം കൂടെ ചേർന്ന് ഇറാഖിൽ അടിച്ചു. പിന്നീട് ലോകത്തുണ്ടായ ട്രബിൾസ് എല്ലാം നിങ്ങൾ കണ്ടതാണ്. ലോക പോലീസായ USA ഒപ്പിച്ചു വെച്ച പണി നിങ്ങൾ കണ്ടതാണ്. ഓക്കെ, അപ്പം ഇസ്രായേൽ എറിഞ്ഞ ഒരു അല്ലെങ്കിൽ കൊളുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ചൂണ്ടയാണോ ഇതെന്ന് നമുക്കറിയില്ല. കാരണം അവർ തന്നെ ഒരു ഫേക്ക് ഇൻഫർമേഷൻ ചിലപ്പോൾ ലീക്ക് ചെയ്യാം. ഇറാൻ വിശ്വസിക്കുന്നത് അവരുടെ കയ്യിൽ എല്ലാ റിപ്പോർട്ടും കിട്ടി. ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇറാനെ ഇസ്രായേലിനെ അടിക്കാം. അപ്പം അന്ന് അമേരിക്ക ചെയ്ത സെയിം ടാക്ടിക് ആണോ ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നതെന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് എ ഡൗട്ട്. ചിലപ്പോൾ ഇറാൻ്റെ ഏജൻസികളുടെ കഴിവ് തന്നെ ആയിരിക്കും, നമുക്കറിയില്ല. പക്ഷേ ഐ സീ ആൻ എമിനൻ്റ് അറ്റാക്ക്. ഈ ടോക്ക് ട്രംപും ഇറാനുമായിട്ടുള്ള ടോക്സ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഐ സീ എ അറ്റാക്ക്. പെട്ടെന്ന് തന്നെ ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഞാൻ കാണും. ഓക്കെ, സബാറ്റേജസ് നടത്താനുള്ള സാധ്യതയുണ്ട്. അതായത് പരസ്പരം രാജ്യത്തിൻ്റെ അകത്ത് ട്രെയിനുകൾ അല്ലെങ്കിൽ ബസ്സുകൾ അല്ലെങ്കിൽ ഈവൻ എയറോപ്ലെയിൻസ് ബ്ലാസ്റ്റ് ആവാനും അങ്ങനെ ബ്ലാസ്റ്റുകൾ നടക്കാനും ഒക്കെയുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മൾ പറഞ്ഞു 7 മാസം മുമ്പ് ഈ അറ്റാക്ക് നടത്തുന്ന സമയത്ത്, പ്ലാൻ ചെയ്ത സമയത്ത് ഇസ്രായേൽ വാസ് റെഡി ഫോർ എ ലോങ് ഡ്രോൺ ബാറ്റിൽ. പെട്ടെന്ന് ഒരു അടിയല്ല അവർ ഉദ്ദേശിച്ചത്. കാരണം അവർ ഈ പറയുന്ന F-16ഉം അതുപോലെ തന്നെ F-35 ഒക്കെ കൊണ്ടുപോയപ്പോൾ അതിൻ്റെ കൂടെ ഫ്യൂവൽ ക്യാരിങ് കപ്പാസിറ്റി ഉള്ള പ്ലെയിനുകളും കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ഒരു ഇത്തി എയർ വാർ കുറച്ച് നേരം ലാസ്റ്റ് ചെയ്താൽ അവർക്കതിന് തയ്യാറെടുപ്പോടെ അവർ പോയത്. അപ്പോൾ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ ഇസ്രായേൽ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. പലപ്പോഴും തടയുന്നത് അമേരിക്കയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ബിസിനസ് ഇൻട്രസ്റ്റുകൾ ഉണ്ടാവാം, ആദ്യം ഒന്ന് സംസാരിച്ച് നോക്കാമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവാം. പക്ഷേ ഇപ്പോൾ എന്തില്ല, ആ ഒരു ചിന്താഗതി അമേരിക്കയ്ക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഇടയ്ക്ക് ഈ അമേരിക്കയുടെ കമാൻഡ് ചീഫ് ഇദ്ദേഹവും ട്രംപിനൊരു ബ്രീഫിംഗ് കൊടുത്തു. അതിനകത്ത് ഇദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? ഹെഡ് ഓഫ് കമാൻഡ്, USAയുടെ ഹെഡ് ഓഫ് കമാൻഡ് മൈക്കിൾ കുറില, ഇദ്ദേഹം പറഞ്ഞു ഇറാനെ അടിക്കാൻ പല മൾട്ടിപ്പിൾ ഓപ്ഷൻസ്
US-ൻ്റെ കയ്യിലുണ്ടെന്ന് ഇദ്ദേഹം ഒരു ബ്രീഫിംഗ് കൊടുത്തു. അപ്പോൾ ഏകദേശം ഇവരെല്ലാം ഒരു യുദ്ധത്തിൻ്റെ പോസിബിലിറ്റി കാണുന്നു. അപ്പം വി ക്യാൻ എക്സ്പെക്ട് ഇസ്രായേൽ ആൻഡ് USA അറ്റാക്കിങ് ഇറാൻ. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് ഇറ്റ് ഈസ് ടു ബി സീൻ. ചൈന മേ ബി ഇൻഡയറക്ട്ലി ഇറാനെ സപ്പോർട്ട് ചെയ്യാം വിത്ത് ദെയർ വെപ്പൺട്രി. കാരണം അവരുടെ വെപ്പൺട്രി സക്സസ്ഫുൾ ആണെന്ന് കാണിച്ചാൽ അവർക്ക് മാർക്കറ്റ് ഉണ്ടാവും. ഡയറക്ട്ലി ചൈനയുടെ ഇൻവോൾവ്മെൻറ്റ് കാണില്ല. അതുപോലെ തന്നെ റഷ്യ ഇപ്പോൾ യുക്രൈനിൽ എൻഗേജ്ഡ് ആണ്. അപ്പം ഇറാൻ ഇപ്പോൾ കുറച്ച് വീക്കായ സമയമാണ്. കാരണം എന്താണ്, അവർ സപ്പോർട്ട് ചെയ്ത സിറിയൻ ഗവൺമെൻറ് വീണു. റഷ്യ അവിടെ ബിസിയാണ്. ചൈന ഡയറക്റ്റ്ലി ഇറങ്ങാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കണ്ടീഷനിൽ ഇറാൻ കുറച്ച് ഐസൊലേറ്റഡ് ആണ്. അപ്പോൾ ഈ സമയത്ത് അടിക്കാനുള്ള പോസിബിലിറ്റി കൂടുതൽ. അപ്പോൾ ഈ സമയത്ത് പ്രശ്നത്തിൽ വരാൻ പോകുന്ന അടുത്തുള്ള GCC രാജ്യങ്ങളും ഈ അറബ് നേഷൻസുമാണ്. ഇവർ USA പറയുന്നത് കേൾക്കുമോ അതോ ഇവർ ന്യൂട്രലായിട്ട് നിൽക്കുമോ എന്നുള്ളതാണ്. ന്യൂട്രലായിട്ട് നിന്നാൽ ഇവർക്കെതിരെ ഒരു വികാരം ഉണ്ടാവും ഇൻ ഇസ്ലാമിക് വേൾഡ്. ഒരു ഇസ്ലാമിക് രാജ്യത്തെ അറ്റാക്ക് ചെയ്തപ്പോൾ നിങ്ങളൊന്നും ചെയ്തില്ല. അതുപോലെ തന്നെ പലപ്പോഴും ജോർദാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇറാൻ ഇസ്രായേലിലേക്ക് അടിക്കുന്ന മിസൈൽസിനെ വരെ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഇറാൻ മേ ആക്ടിവേറ്റ് ഹെസ്ബുള്ള, ഹമാസ് മോർ. ഹൗദികൾ ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടെങ്കിൽ അവർ USA-യുടെ ഷിപ്സിനെ എല്ലാം അറ്റാക്ക് ചെയ്യുന്നു. സോ ഒരു യുദ്ധം ആർക്കും നല്ലതല്ല. ഡീസ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞാൽ ഇക്കണോമീസ് വിൽ ക്രാഷ്. ഇറ്റ് വിൽ എഫക്റ്റ് അസ്. നമുക്കും എഫക്റ്റാണ്. നമുക്ക് കേരളത്തിൽ എക്സ്പെഷ്യലി റെമിറ്റൻസസ് അതെല്ലാം പ്രശ്നം വരും. അപ്പോൾ ആർക്കും യുദ്ധം ആഗ്രഹമില്ല. പക്ഷേ ഒരു യുദ്ധത്തിനുള്ള പോസിബിലിറ്റീസാണ് ഞാൻ ഈ ഒരു ടോക്കിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, സോ ഐ പ്രെഡിക്റ്റ് സംതിങ് ബാഡ്, ബട്ട് ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് ഡസൻറ്റ് ഹാപ്പൻ. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു കാര്യമായിട്ട് കാണാം.